നിങ്ങളല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. 2 വള്ളത്തിൽ കാല് ചവിട്ടി സഞ്ചരിച്ച് ശീലിച്ചവർക്കേ അതില്ലാതെ പറ്റില്ലല്ലോ അല്ലേ? ശ്യാമേ, ദേ നിന്റെ നാവിങ്ങനെയൊക്കെ പറഞ്ഞ പുഴുത്തു പോടി. ആ, പുഴുത്തങ്ങ് പോട്ടെ. ഇതിലും ഭേദം അത് തന്നെയാ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? പുഴുത്തങ്ങ് ചാവട്ടെ. എടി, വേഗം പോയി പൈസ ഉണ്ടായിക്കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ സത്യമേ അറിയാലോ, നാണം കെടുത്ത് കുടുംബം കോഞ്ഞാട്ടേക്ക് കളയും. നിങ്ങളൊന്ന് പറഞ്ഞ ഞാനോ? നല്ല കാര്യമായി. ഇക്കാര്യവും പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് തിരിയാതെ വേഗം പോയി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. കൈനീട്ടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അതുപോലെ മടക്കുകയും വേണം. ആ, ചെല്ല് ചെല്ല്. മേടിച്ചാൽ കൊടുക്കില്ല, പിന്നെ എങ്ങനെ ഇവിടെ ബിസിനസ് നടക്കും? ഇയാളെ പോലുള്ള 10 പേരെ കിട്ടിയ കച്ചവടം പൊട്ടിപ്പോവും. ആ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. ശാരിയാകത്തില്ലേ? പിന്നെ മോളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? മോളെ തനിച്ച് കിടത്തിട്ട് എവിടെ പോയി? അയ്യോ, കരയില്ലടാ. മോളുടെ അമ്മ എവിടെ പോയി? കരയല്ലേ? വാ ഓ വാ 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 വാ. മോള് കരയല്ലേ? കരയാതെ മോളെ. മോക്ക് വിശക്കുന്നുണ്ടോ? അമ്മയെ വിളിക്കാം കേട്ടോ. ആ, എങ്കിൽ പാലെടുത്ത് തരാം മോൾക്ക്. ആ, ഇപ്പോ നല്ല കുട്ടിയായിട്ട് ഈ പാല് മോളൊന്ന് കുടിച്ചേ. നല്ല കുട്ടിയല്ലേ, പാൽ കുടിക്കേ. വാ, കരയാതെ കുടിക്കും മോളെ. ആ, അത് ശരി. ചിറ്റപ്പന്റെ കയ്യിലിരുന്ന് പാല് കുടിക്കാനുള്ള കരച്ചിലായിരുന്നല്ലേ? നോക്കിയേ, ഇപ്പൊ ഒരു കരച്ചിലും ഇല്ലല്ലോ. ഞാൻ എടുക്കണോ? അയ്യോ വേണ്ട, കുഞ്ഞ് കരയുന്നതേ അവൾക്ക് വിശന്നിട്ടായിരിക്കും. വിശക്കുന്നോടാ. നമ്മളത് മനസ്സിലാക്കാതെ അവരെ വഴക്ക് പറയും. ഇപ്പൊ കണ്ടോ, ഇവൾക്ക് വല്ല വഴക്കുണ്ടോ നോക്കി. ശരിയാണല്ലോ, രോഹിത്തിന്റെ കൈയുടെ ചൂട് അവൾക്ക് പിടിച്ചെന്നാ തോന്നുന്നേ. കണ്ടില്ലേ എന്ത് സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന്. അമ്മയുടെ സുന്ദരിക്കുട്ടി, ഇത് ആരുടെ കയ്യിലാ ഇരിക്കുന്നേ? ചിറ്റപ്പനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ? ആഹാ, ഇവിടെ വന്ന് കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുവാണോ? ഞാൻ അവിടെ ഭക്ഷണം വിളമ്പി പെരയ്ക്ക് ചുറ്റി നടക്കാൻ തുടങ്ങിട്ടെ ആര് കാണാൻ ആര് കേക്കാൻ. അതെങ്ങനെയാ ഇതിനകത്ത് കയറി അടയിരിക്കുന്ന ആളെ ഞാൻ പുറത്തു നോക്കിയിട്ട് എന്താ കാര്യം? ശ്യാമേ, ഞാൻ മോളുടെ കരച്ചിൽ കേട്ടാ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ശാരി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാ മോളുടെ അടുത്ത് കുറച്ചേരം ഇരിക്കാന്ന് വിചാരിച്ചേ. കരയുന്ന കുഞ്ഞിനെ കണ്ടിട്ട് എങ്ങനെയാ കണ്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നേ? ഓ വേണ്ട, തിരിച്ചു പോണ്ട. ഇതിനകത്ത് തന്നെ ഇരുന്നോ. കൂട്ടില്ലാത്തവർക്ക് ഒരു കൂട്ടാവുമല്ലോ. ശ്യാമേ, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ നിന്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടൊന്നുമില്ല എനിക്ക് കൂട്ടില്ലാത്തപ്പോ കൂട്ടായിട്ട് വന്നിരിക്കണോന്ന്. അല്ല പിന്നെ ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്താ കണ്ടേ? നീ എന്ത് കണ്ടെന്നേ ഈ പറയുന്നേ? ഒന്നും കണ്ടില്ലേ? ശ്യാമേ, നീ ഇതെന്ത് ഭാവിച്ചായി പറയുന്നേ? ഞാനിവിടെ വന്ന് കുഞ്ഞിനെ ഒന്ന് ലാളിച്ചത് ഇത്ര വലിയ തെറ്റാണോ? ഏയ്, ഒരു തെറ്റുമില്ല. ലാളിച്ചത് കുഞ്ഞിനെയാണോ അതോ തള്ളയാണോന്ന് ആർക്കറിയാം? കട്ട് തിന്നണ പൂച്ച എന്തൊക്കെയാ തിന്നുന്നതെന്ന് പിന്നാലെ നടന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. എത്രേ? അല്പത്തരം പറയരുത്. ദേ, എല്ലില്ലാത്ത നാവാണെന്ന് കരുതി എന്ത് പോക്കരുത്തരം പറയാന്ന് കരുതരുത്.
നിങ്ങൾ എന്നെ അടിച്ചല്ലേ? അടിക്കോടി ഇനിയും. ഇനി ഇതുപോലെ സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാ ഇനിയും ഞാൻ തല്ലും. എന്താ ഇത്? എന്ത് ബഹളം ഇവിടെ? ഛേ, രാത്രിയല്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുള്ളതല്ലേ? എന്ന് വെച്ച് ഞാൻ എന്റെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തണോ? എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? ഇവൾക്ക് സംശയം അച്ഛ. രോഹിത് ഈ മുറിയിൽ കയറിയ സംശയം, എന്റെ മോളിൽ നിന്ന് എടുത്ത സംശയം. മനുഷ്യരല്ലേ, ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ, പരസ്പരം മിണ്ടാതെയും കാണാതെയും എങ്ങനെയാ മുന്നോട്ട് പോന്നെ? ഇങ്ങനെയാണെങ്കി ഞാനും മോളും എങ്ങനെയാണ് ഈ വീട്ടിൽ കഴിയുന്നത്? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. വല്യേച്ചി മോള് ഈ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാനും രോഹിത് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. നീ എന്ത് ഭ്രാന്തായി വിളിച്ചു പറയുന്നേ? ഓ, നിങ്ങളല്ലെങ്കിലും അങ്ങനെയല്ലേ പറയൂ. 2 വള്ളത്തിൽ കാല് ചവിട്ടി സഞ്ചരിച്ച് ശീലിച്ചവർക്കേ അതില്ലാതെ പറ്റില്ലല്ലോ അല്ലേ? ശ്യാമേ, നിന്റെ നാവിങ്ങനെയൊക്കെ പറഞ്ഞ പുഴുത്തു പോടി. ആ, പുഴുത്തങ്ങ് പോട്ടെ. ഇതിലും ഭേദം അത് തന്നെയാ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? പുഴുത്തങ്ങ് ചാവട്ടെ. എടി, എങ്ങനെയാച്ച ഈ അവസ്ഥയിൽ ഞാനും മോളും ഇവിടെ നിൽക്കുന്നത്? ഒരു സഹായം ആകെ കിട്ടുന്ന പ്രതീക്ഷയുള്ള ആളിൽ നിന്ന് ഇതുപോലുള്ള മോശപ്പെട്ട വാക്കുകൾ കേൾക്കുന്നത്. അച്ഛൻ തന്നെ എന്തെങ്കിലും പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താണ്, രണ്ടുപേരും ഹോംവർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? ഹോംവർക്കും കഴിഞ്ഞു, റിവിഷനും ഇട്ടു. എന്നിട്ട് എത്ര മാർക്ക് വീതം കിട്ടി? എനിക്ക് 70% കിട്ടി. എനിക്ക് വേണ്ടത്ര തന്നെ. എന്നാ എന്റെ വക ഒരു സമ്മാനമുണ്ട്. സമ്മാനം അവിടെ നിൽക്കട്ടെ. ഹോംവർക്ക് ചെയ്ത് കഴിയുമ്പോ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒരു കാര്യം ഞങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? അമ്മ തന്നെയാ പറഞ്ഞേ. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഷോ, ഞാൻ ഓർക്കുന്നില്ലല്ലോ. അയ്യോ, അമ്മ പറഞ്ഞു. അതുകൊണ്ടല്ലേ ഞങ്ങൾ പെട്ടെന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്തു തീർത്തത്. പക്ഷേ എന്നാലും എന്തായിരിക്കും അത്? എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ചുമ്മാ അമ്മ ഞങ്ങളെ പറ്റിക്കുക. പറയമ്മേ, എന്താ ഞങ്ങളെ കാണിക്കാന്ന് പറഞ്ഞത്? എന്താന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യ്. എന്തായിരിക്കും?